ഹലോ ഗൈസ്, അതെ, ഈ രണ്ടാഴ്ചത്തെ എന്താ പറയുക നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞാൻ വന്നിന്ന് പ്രസ് മീറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ആളുകളെ ബോധ്യപ്പെടുത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ. യെസ്, ആവശ്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് നമുക്കെതിരെ വരുന്ന ആരോപണങ്ങൾ പെട്ടെന്ന് പേടിയോടെയും ഭയത്തോടെയും കാണുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിൽ നിന്നൊന്നും പിന്തിരിയാതെ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോവുക. രണ്ടാഴ്ചത്തെ എൻ്റെ ജോലികളും നടന്നിട്ടില്ല, അതുകൊണ്ടിട്ട് അതിനകത്ത് വരുമാനം ഉണ്ടായില്ല. പക്ഷെ ഇനി മുതൽ ഞാൻ വിചാരിച്ചു കുറേ ഇൻ്റർവ്യൂസ് കൊടുക്കുമ്പോഴത്തേക്ക് കുറച്ച് കാശ് കിട്ടുമല്ലോ. ഇപ്പം എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പം ആരുടെയും ബ്ലാക്ക് മെയിൽ ഇല്ല, ഇപ്പം ആരുടെയും എന്താ പറയുക ബ്ലോക്കിംഗ് ഇല്ല, ഒന്നുമില്ല. അപ്പം ഞാൻ പ്രസ് മീറ്റ് നടത്തിയ സമയത്ത് ഞാൻ എന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നത്. എൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടിട്ടുള്ള ടെസ്റ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തു. ഉള്ളൂർ DDRCയിലാണ് ചെയ്തത്. കണ്ണിക്കണ്ട DDRCകളിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളൂർ DDRCയിൽ തന്നെ പോയിട്ട് പ്രത്യേകിച്ച് അക്സസ് നമ്പർ 4182ZF009906 ഈ അക്സസ് നമ്പർ തന്നെ വെച്ചാലേ ദിയാസനയുടെ പ്രൊഫൈല് ദിയാസനയുടെ റിപ്പോർട്ട് ഓൺ ആവത്തുള്ളൂ. പിന്നെ ഹൈ ക്വാളിറ്റി ഓഫ് ടെസ്റ്റുകളുണ്ട്. അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് DDRC പോലുള്ള സ്ഥലത്തല്ല ചെയ്യുന്നത്. അത് ഗവൺമെൻറ് ആയിട്ടുള്ള മെഡിക്കൽ കോളേജുകളിൽ SUT പോലുള്ള ഹോസ്പിറ്റലുകളൊക്കെയാണ് അത് ചെയ്യുന്നത്. അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ബോഡി കണ്ടീഷൻ വീക്കാവുന്ന സാഹചര്യത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ നിർദ്ദേശപ്രകാരം ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട അതിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ടെസ്റ്റ് ഹെൽത്ത് വൈസ് ആ ടെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അതിൻ്റെ പ്രിപ്പറേഷനോട് കൂടിയുള്ള ഇത് കൊടുക്കണം. എന്താ പറയുക, ഡോക്ടർ കൺസൾട്ടിങ് പേപ്പർ കൊടുക്കണം. എന്നാൽ അത് ചെയ്യും അതിൻ്റെ ആവശ്യകത ഉണ്ടെങ്കിൽ. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും തരത്തിലുള്ള വലിയ വലിയ കേസുകൾ വരുന്ന സമയത്ത് അത്രയും വലിയ മാരക ലഹരിക്ക് അടിമയായിട്ടുള്ള ഒരാളാണെന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പോലീസുമായി ബന്ധപ്പെട്ട് അതും അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസ് കൊടുക്കുന്ന റിക്വസ്റ്റിൻ്റെ പുറത്ത് ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. തോന്നിയ പോലെ വീട്ടിൽ കുത്തിയിരുന്ന് വെറുതെ വായിട്ടലയ്ക്കുന്ന ഒരു സാധനമല്ല. ഈ അലിഗേഷൻ തുടങ്ങിയ സമയം മുതൽ നല്ല വൃത്തിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കുറേ. കാരണം എങ്ങനെയും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ കാണിക്കണം, നമ്മൾ ഗിവപ്പ് ചെയ്യരുത് എന്നുള്ള ഉദ്ദേശം തന്നെയായിരുന്നു. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സജിന ഒരു കാര്യം പറഞ്ഞിരുന്നു എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ. ഓക്കെ പോട്ടെ, ഈ ടെസ്റ്റ് റിപ്പോർട്ട് അവിടെ കിടക്കട്ടെ, ടെസ്റ്റ് റിപ്പോർട്ടിനെ വിട്. എൻ്റെ വീട്ടിൽ കയറി എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള ഒരു റെയ്ഡ് ഉണ്ടായിരുന്നു. രാവിലെ 6:30 മണിക്ക് എനിക്ക് മാത്രമല്ല സജിനയുടെ സൗഹൃദ വലയത്തിൽപ്പെട്ട പലർക്കും ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കുക, സജിന എനിക്കെതിരെയാണ് MDMA എന്ന് പറയുന്ന ഒരു ആരോപണം ഉന്നയിച്ചത്. എൻ്റെ വീട്ടിലാണ് വന്നിരുന്നതെന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് പിന്നെ മനസ്സിലാവും. കാരണം ഈ പബ്ലിക്കിൻ്റെയൊക്കെ കുറേ ക്വസ്റ്റ്യനും എന്തായാലും സൈബർ എടുത്ത് റസൂൽ പൂക്കുട്ടിയുടെയും സജിനയുടെയും വിഷയം മറയ്ക്കാൻ വേണ്ടിയിട്ടിട്ട ആ ഒരു അവളുടെ ഒരു പവർ അതങ്ങ് സക്സസ് ആയി. അപ്പം എൻ്റെ വീട്ടിൽ വന്നിട്ട് ഇവരിവിടെ നിന്ന് എഴുതി തന്നിട്ട് പോയതാണ് ക്ലിയർ ചീറ്റ്. ഇത് ക്ലിയർ ചീറ്റ് സർട്ടിഫിക്കറ്റാണ്. എൻ്റെ വീട്ടിൽ വന്ന് പോയി ഇവിടുന്ന് വ്യാജനൊന്നും കിട്ടിയിട്ടില്ല. എന്നെയും ഒക്കെ പരിശോധിച്ചിട്ടാണ് വളരെ ക്ലിയർ കട്ടായിട്ട് പോയത്. എക്സൈസ് കമ്മീഷണറുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം വന്നതാണ്. മറ്റു പലർക്കും പ്രതികരിക്കാൻ പറ്റിയിട്ടില്ല, കാരണം അവർക്ക് നാണക്കേടുണ്ടേ. ഇതുപോലുള്ള ഒരു ഫ്രോഡ്, ഒരു സജിനയെ പോലൊരു ഫ്രോഡ് വന്ന് ഒരു ഫേക്ക് സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, അത് പരാതിയായിട്ട് പോലീസിന് കൈമാറുന്നു, അതിൻ്റെ പേരിൽ ഒരു അന്വേഷണം വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇതെനിക്ക് മാത്രമല്ല പലർക്കും ഒരേ സമയം 6:30 പുലർച്ചെ 6:30 കേട്ടോ, 26-ാം തീയതിയുടെ അന്ന് രാവിലെ 6:30 മണിക്ക് നടന്ന വിഷയമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം ഒരു അഭിമാന പ്രശ്നം, ഒരു അന്തസ്സിലും അല്ല ഇത് പറയുന്നത്. വളരെ വളരെ വലിയ രീതിയിൽ നാണം കെട്ട് നിന്ന ഒരു സന്ദർഭമായിരുന്നു അത്. കാരണം ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്ന വീട്ടിൽ പോലീസുകാർ വരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ആ പോലീസുകാരുടെ സമീപനം എൻ്റെ അടുത്ത് മോശമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോലീസുകാരുടെ സമീപനം ഉണ്ടായിരുന്നത്. മേ ബി എൻ്റെ റിയാക്ഷൻ ആയിരിക്കാം, അവർ സംസാരിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന റിയാക്ഷൻ കൊണ്ടായിരിക്കും എനിക്കത് കിട്ടിയിട്ടുണ്ടാവുക. എല്ലാവരുടെ അടുത്തും അതന്നെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ട് പലയിടത്തും റെയ്ഡുകൾ നടന്നതുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുള്ള ആളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ സജനെ പോലെ ഒരു ഫ്രോഡ് വന്നിരുന്ന് ഇല്ല അലിഗേഷൻ പറഞ്ഞതിന്റെ പുറത്ത് ഇത്രയും ആളുകൾ പോലീസ് റെയ്ഡ് ഇതുപോലെ ടെസ്റ്റ് റിപ്പോർട്ട് കാണിക്കുക ഇതൊക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ മനുഷ്യനുണ്ടാകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അത് എന്തുകൊണ്ട് എന്നുള്ളത്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളിൽ ഇടപെടുന്ന മനുഷ്യനെന്നുള്ള നിലയ്ക്ക് നമ്മളൊക്കെ ഇതെന്തിനാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത്? ഇതുപോലുള്ള ഒരു സ്ത്രീയെ, ഈ ഫ്രോഡായ സ്ത്രീയെ, ഒരുപാട് ആളുകളെ ചീറ്റ് ചെയ്ത് കാശ് തട്ടിച്ച് ഇന്നും റസൂൽ പൂക്കുട്ടിയെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സ്ത്രീയെ ആണ് സപ്പോർട്ട് ചെയ്തത് ഞാൻ. ഈ സ്ത്രീയെ ഹെൽപ്പ് ചെയ്യാൻ പോയതിനാണ് ഞാൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ ചോദിച്ചു, ഞാൻ ഇത് ഏറ്റെടുത്തു. യെസ്, ഞാനത് ഏറ്റെടുത്തു. അപ്പോൾ ഇവൾ ഇവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് തെളിയിച്ച, ഇത് പ്രൂവ് ചെയ്ത, പോലീസ് തെളിയിക്കട്ടെ. പോലീസ് തെളിയിച്ച ക്ലിയർ ചിറ്റ് സർട്ടിഫിക്കറ്റ് ആണ് സജന കാണിച്ചത്. നീ ഒരു കാര്യം ചെയ്യ്, നീ പറഞ്ഞത് മാതിരി പബ്ലിക്കിൽ വന്ന് നീ അപ്പോളജി ചെയ്യാന്നോ, നീ നിന്റെ തെറ്റ് സമ്മതിക്കാന്നോ എന്തൊക്കെയോ പറഞ്ഞു. അപ്പോൾ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ സജനയ്ക്കെതിരെ എഫ്ഐആർ ഇട്ടു. സജനയുടെ വിഷയം വളരെ കൃത്യമായി സജന മാനിപ്പുലേറ്റ് ചെയ്ത് CM-നെ അറിയിച്ചു. ഞാൻ മുഖ്യമന്ത്രിയെ അറിയിച്ചു, അതുപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അറിയിച്ചു, അതുപോലെ എക്സൈസ് മിനിസ്റ്ററെ ലിജു സാറിനെ ഒക്കെ പോയി കണ്ട് അവരുടെ അടുത്ത് കൃത്യമായി അവതരിപ്പിച്ച് എനിക്കുണ്ടായ പ്രശ്നത്തിന്മേൽ അവർ കൃത്യമായിട്ടുള്ള ആക്ഷൻ ഉണ്ടാവും എന്നുള്ളത് ഉറപ്പ് നൽകി. എനിക്ക് ത്രട്ടനുണ്ട്. ഇവള് ഞാൻ കൊടുത്ത കേസിലെ ആൾക്കാരുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഗ്രൂപ്പായിട്ട് നിന്നിട്ട് എന്നെ സജന അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഫോൺ കോൾസും ത്രെട്ടണിങ്ങും എന്നെ ഇറങ്ങി വരാനും എന്നെ വെട്ടിക്കൊന്നളയോന്നോ വെട്ടിക്കീറിക്കളയോന്നോ എൻ്റെ കുടുംബത്തെ നശിപ്പിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോൾസൊക്കെ എനിക്ക് 23-ാം തീയതി ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുപോയി FIR രജിസ്റ്റർ ചെയ്തു. സജനയ്ക്കെതിരെയും എന്നെ ത്രെട്ടൺ ചെയ്ത ആളിനെതിരെയും കൃത്യമായിട്ടുള്ള FIR മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ അതുപോലെ തന്നെ ഫൈറ്റ് ചെയ്ത് ഞാനിപ്പോൾ ഡിഫമേഷൻ സ്യൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് കോടതി മുഖാന്തരം. അതേപോലെ തന്നെ ഞാൻ സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സജനയായിട്ട് 2 വീഡിയോകൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. റസൂൽ പൂക്കുട്ടി സജനയുടെ കൺക്ലൂഷൻ കൂടെ പറയാം. റസൂൽ പൂക്കുട്ടിയെ സജന നല്ല വൃത്തിക്ക് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അയാൾ പേടിച്ചിട്ടാണ് അയാൾ റിയാക്ഷനൊന്നും ഇടാതിരിക്കുന്നത്. മാത്രമല്ല അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്തോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്ത ഒരാൾ അയാൾ ഒരുപാട് ഉപദ്രവിച്ചു എന്നൊക്കെ ഉള്ളതിൽ അയാൾ ഭയങ്കര ഇതിലാണ്. അയാൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് പറഞ്ഞ അയാളെ ഉപദ്രവിക്കരുത്, അയാളെ കുടുംബത്തിനെ ഉപദ്രവിക്കരുത്. സജന അയാളെ ഒരുപാട് വേദനിപ്പിച്ചു. സജന കാരണം അയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അയാളുടെ ലൈഫേ മൊത്തത്തിൽ പോയിരിക്കുന്ന അവസ്ഥയാണ്. അയാൾ ഈ പറഞ്ഞത് മാതിരി വർക്ക് ചെയ്തുകൊണ്ടിരിപ്പുണ്ട്. അയാളിനി അയാളുടെ കുടുംബവും മറ്റും നോക്കി മുന്നോട്ട് പോവും. എനിക്ക് പറ്റിയ വലിയൊരു പാകപ്പഴിയും തെറ്റാണ് സജന എന്നൊക്കെ പറഞ്ഞു. എത്രത്തോളം വസ്തുത ഉണ്ടെന്നൊന്നും അറിയില്ല. അപ്പം അയാൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യം കൂടി ഞാൻ നിങ്ങളൊന്ന് ബോധിപ്പിച്ചാണ്. So thank you guys. Bye.